മറൈൻ ഫോർഡിൽ ഉണ്ടായ പോലൊരു വാറ് ഇനി വൺ പീസിൽ നടക്കാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. നമുക്കറിയാം ഗാർപ്പ് ഇപ്പോൾ ബ്ലാക്ക് ബേർഡിന്റെ അടുക്കൽ തടവിലാണെന്ന്. ആൻഡ് ബ്ലാക്ക് ബേർഡ് ആണെങ്കിൽ ഗാർപ്പിനെ തുറപ്പിച്ചിട്ടാക്കിക്കൊണ്ട് വേൾഡ് ഗവൺമെന്റിനെതിരെ ചലഞ്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ്. കാരണം ബ്ലാക്ക് ബേർഡ് ഇപ്പോൾ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൈററ്റ് ഐലൻഡ് വേൾഡ് ഗവൺമെന്റ് അംഗീകരിച്ചാൽ ഗാർപ്പിനെ തിരിച്ചു കിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വേൾഡ് ഗവൺമെന്റ് ഒരിക്കലും അംഗീകരിക്കത്തില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗാർപ്പിനെ പബ്ലിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ബ്ലാക്ക് ബേർഡ് തീരുമാനിക്കും. മറൈൻസിന്റെ ഹീറോ ആയിട്ടുള്ള ഗാർപ്പിന് എന്തെങ്കിലും സംഭവിക്കുന്നത് നേവി കേൾക്കുന്ന വലിയൊരു തിരിച്ചടിയായിരിക്കും. സോ അത് തടയാൻ നേവി എന്ത് വില കൊടുത്തും ഗാർപ്പിനെ രക്ഷിക്കാൻ ശ്രമിക്കും. മുത്തച്ഛന് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ ലൂഫിയും കൂട്ടിനും വെറുതെ ഇരിക്കില്ല. ഓൾറെഡി ലൂഫിക്ക് മറൈൻ ഫോർഡിൽ വെച്ച് എയ്സിനെ നഷ്ടപ്പെട്ടതാണ്. അതുപോലൊരു ഇൻസിഡന്റ് ഇനി നടക്കാൻ ലൂഫി ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ ഇത്തവണ ലൂഫി ഒറ്റയ്ക്കായിരിക്കില്ല, കൂടെ ഷാൻസും റെവല്യൂഷണറി ആർമിയും കൂടെ ഉണ്ടാകും. ഓൾദോ ഡ്രാഗൺ വരുമെന്ന കാര്യത്തിൽ സംശയമാണെങ്കിലും സാബോയും കൂട്ടരും എന്തായാലും കൂടെ കാണും. പക്ഷേ ഷാൻസ് വരുന്നത് യുദ്ധം നിർത്താനോ ഗാർപ്പിനെ രക്ഷിക്കാനോ അല്ല, മറിച്ച് ലൂഫിയെ സംരക്ഷിക്കാനാണ്. ഓൾറെഡി വേൾഡ് ഗവൺമെന്റിന്റെ കണ്ണിലെ കരടായി മാറിയ ലൂഫിയെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാനായിരിക്കും ഷാൻസിന്റെ ശ്രമം. പക്ഷേ നമ്മൾ മറൈൻ ഫോർഡിൽ കണ്ടതിനേക്കാൾ 100 മടങ്ങ് ശക്തരാണ് നിലവിലുള്ള ലൂഫിയും ബ്ലാക്ക് ബേർഡും. കൂടാതെ രണ്ടുപേരും യോങ്കോ ടൈറ്റിൽ ഉള്ളവരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബാറ്റിൽ നടന്നു കഴിഞ്ഞാൽ അത് മറൈൻ ഫോർഡ് ആർക്കിനെ സർപ്പാസ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഇങ്ങനൊരു യുദ്ധം നടന്നാൽ ഇവരിൽ ആരായിരിക്കും ജയിക്കാൻ സാധ്യത കൂടുതൽ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം.